ഇന്നലെ നമ്മൾ റിസ്ക് റിവാർഡിനെ കുറിച്ച് പറഞ്ഞു. ഇന്ന് അതിന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ് പറയുന്നത്. $1000 ക്യാപിറ്റൽ ഉള്ള ഒരു ട്രേഡർ 1:1, 1:2, 1:3, 1:5 4 ഡിഫറെന്റ് ലെവലിൽ റിസ്ക് റിവാർഡ് യൂസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ നോക്കാം. ഫസ്റ്റ് റിസ്ക് റിവാർഡ് 1:1 ആണെങ്കിൽ അക്കൗണ്ടിന്റെ 1%, അതായത് $10 ആണ് ഒരു ട്രേഡിൽ അവൻ റിസ്ക് ചെയ്തത്. അവന്റെ റിസ്ക് റിവാർഡ് 1:1 ആണ്. ടോട്ടൽ ട്രേഡ്സ് എടുത്തത് 10 ട്രേഡ്സ് എടുത്തു. 10 ട്രേഡ്സിൽ 6 ട്രേഡ് അവന് ലോസ് ആണ്, 4 ട്രേഡാണ് പ്രോഫിറ്റ് ആയത്. സോ 10 ട്രേഡ് കംപ്ലീറ്റ് ആവുമ്പോൾ അവന്റെ PNL -2% ആണ്. ഇനി 1:2 റിസ്ക് റിവാർഡ് ആണെങ്കിൽ ജസ്റ്റ് നോക്കൂ, 6 ട്രേഡ് അവൻ അവിടെയും ലോസ് ആണ്, ജസ്റ്റ് 8% ആണ് അവന് പ്രോഫിറ്റ് കിട്ടിയത്. 4 ട്രേഡാണ് അവൻ പ്രോഫിറ്റബിൾ ആവുക. ആ 4 ട്രേഡിന് 1:2 റിസ്ക് റിവാർഡ് യൂസ് ചെയ്യുന്നതുകൊണ്ട് 8% പ്രോഫിറ്റ് കിട്ടി. സോ PNL 2% ആയി. നേരെ ഷിഫ്റ്റ് 1:5 നോക്കൂ, അതായത് $10 റിസ്ക് ചെയ്ത് $50 പ്രോഫിറ്റ് എടുക്കുന്ന ഒരു ട്രേഡറെ സംബന്ധിച്ചോളം ടോട്ടൽ 10 ട്രേഡില് 6 ട്രേഡ് ലോസ് ആണ്, 4 ട്രേഡാണ് ഇവിടെയും പ്രോഫിറ്റ് ഉള്ളൂ. പക്ഷെ 4 ട്രേഡിൽ അവൻ 20% അച്ചീവ് ചെയ്യും. 20% അച്ചീവ് ചെയ്താൽ 20 - 6 14% ആയിരിക്കും അവന്റെ ടോട്ടൽ റിവാർഡ്. അപ്പം റിസ്ക് റിവാർഡ് കീപ്പ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് ആണ് ഇത്. വാട്ട്സ് ദ വിന്നിംഗ് പ്രോബബിലിറ്റി ഓഫ് യുവർ സ്ട്രാറ്റജി? അങ്ങനെ എത്ര RR ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്? ജസ്റ്റ് കമന്റ് ഡൗൺ.